ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ ഞാനൊരു വീഡിയോയ്ക്ക് ഇൻട്രോ കൊടുക്കുന്ന കേട്ടോ. നിങ്ങൾ ഇനി കാണാൻ പോകുന്ന വീഡിയോയുടെ ഇൻട്രോ ആണ്. ബിക്കോസ് ഇന്നലെ നമ്മുടെ ഈവനിങ് വ്ളോഗാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, ഇന്നലത്തെ ഈവനിങ് വ്ളോഗ്. അപ്പോൾ അതിന് ഞാൻ ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയതായിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ള രണ്ടാളുകളാണ്, ദീപ ചേച്ചി തന്നെ ചേച്ചി, അജുവിൻ്റെ അമ്മയും അജുവിൻ്റെ അമ്മയുടെ അനിയത്തി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നതിന് കുറേ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കണ്ടിട്ടും സംസാരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇൻട്രോ എടുക്കാൻ മറന്നു. അപ്പോൾ അത് നിങ്ങൾ ക്ഷമിച്ചേക്കണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ വീഡിയോ ഇൻട്രോ വീഡിയോ ആയിട്ട് നിങ്ങൾ പരിഗണിച്ചുകൊണ്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. 5 മണിക്ക് പോകാം എന്ന് പ്ലാൻ ചെയ്ത ഞങ്ങൾ പോകുന്നത് ഏകദേശം 6 മണിക്കാണ്. അപ്പം നമ്മൾ തിരൂർ കൂടെ ആയിട്ടോ പോവുക. അപ്പോൾ തിരൂർ ഏകദേശം താഴെപ്പാലം എത്താറായപ്പോൾ നടുവിലങ്ങാടി പുതിയൊരു കേക്ക് കഫേയുടെ ഇനോഗ്രേഷനാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഈ പുള്ളിയുടെ മിമിക്രി, എനിക്ക് പുള്ളിയുടെ പേര് സത്യം പറഞ്ഞാൽ ഓർമ്മ കിട്ടണില്ല, മറന്നുപോയി. നമ്മുടെ കൊല്ലം സുധീച്ചേട്ടൻ മരിച്ച ആക്സിഡൻ്റ് അല്ലേ, ആ സമയത്ത് സൗണ്ടൊക്കെ പോയി കുറേ സർജറിയൊക്കെ ചെയ്ത ഒരു ചേട്ടനല്ലേ ആ പുള്ളിക്കാരനാട്ടോ. എനിക്ക് ഭയങ്കര എന്താ പറയുക, നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു രോമാഞ്ചമൊക്കെ തോന്നില്ലേ, അതുപോലത്തെ ഒരു, കാരണം പുള്ളി എത്രയും റിക്കവറായി വന്ന് പുള്ളി കുറേ മിമിക്രിയൊക്കെ ചെയ്യുന്നു, കുറേ സ്റ്റേജ് ഷോസ് അറ്റൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫീനിക്സ് പക്ഷിയൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം അങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയ ആളാണ്, ഒരുപാട് കാലം തളർന്ന് കിടന്ന ആളാണെന്നേ നമുക്ക് തോന്നില്ല. അങ്ങനെ ഞങ്ങൾ അത് കണ്ട് കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുമ്പിടിയാട്ടോ പോകേണ്ടത്. അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം കയറി അങ്ങനെ പോകുന്നു. അപ്പോൾ പോകുന്ന വഴി നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു ഒരു കഫേയിൽ. എനിക്ക് തോന്നുന്നു തിരുനാവായ കൊലുപ്പാലം ആ സൈഡിൽ എവിടെയോ ആണ്, സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കോഫിയും ഒരു കട്ട്ലറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു. കോഫി ഒന്നും കുഴപ്പമില്ല, പക്ഷേ കട്ട്ലറ്റ് വളരെ മോശമായിരുന്നു. ഞാനത് അയാളോട് പറയുകയും ചെയ്തു. അങ്ങനെ ഞാനും വിശാഖം കൂടി കുറച്ച് നേരം സംസാരിച്ചിരുന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് പോയത്. എനിക്ക് എന്താ പറയുക, ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ജലദോഷം വരുന്ന സമയത്ത് ഒരു ആശ്വാസമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ സമയം ഏകദേശം 7:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ധനിശേച്ചിയുടെ മൂത്ത മോനാണ് വിനു. അവൻ ഞങ്ങളെ വെയിറ്റ് ചെയ്ത്, അങ്ങനെയല്ല നമ്മളവിടെ ചെല്ലുമ്പോൾ അവനായിരുന്നു ഫ്രണ്ടിൽ. അങ്ങനെ ഞാൻ അടുക്കളയിൽ ചെന്നപ്പോൾ ധനിശേച്ചി ഭയങ്കര പണിയിലാണ്. ഒരാൾ ഇരുന്ന് പഠിക്കണു. സത്യം അങ്ങനെ ഒരു എന്താ പറയുക, വിരുന്നിനൊന്നും പോകുന്നൊരു സമയമല്ല ഇത്. വിരുന്ന് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ കുറേ ദിവസം ധനിച്ചെടുത്ത് പോകണമെന്ന് വിചാരിക്കണം. അങ്ങനെ അങ്ങോട്ട് പോയതാണ്. അങ്ങനെ ധനിച്ച് ഞങ്ങൾക്ക് വേണ്ടി നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വിനുവിനോട് ഇടാൻ തുറന്ന് കാണിച്ചു തരുമോ ചോദിച്ചു. ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പത്തിരി ഒരു രക്ഷയില്ലാത്ത പത്തിരി, എന്തൊരു നല്ല പത്തിരി. ഞാൻ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് പത്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പത്തിരി മെഷീൻ പത്തിരിയാണ്. അതത്ര വലിയ ടേസ്റ്റ് ഉണ്ട്, എന്നാൽ പത്തിരി ഓക്കെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നലെ ധനീശ്വര വീട്ടിൽ പോയി കഴിച്ച പത്തിരി അടിപൊളിയായിരുന്നു. അവരവിടെ പരത്തി ഉണ്ടാക്കുന്ന പത്തിരിയാണെന്ന് തോന്നും, കഴിക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും, അത്രയും സോഫ്റ്റ് പത്തിരിയായിരുന്നു. അപ്പോൾ ഇതാട്ടോ ധനിചേച്ചിയുടെ വീടിൻ്റെ വർക്ക് ഏരിയ. പിന്നെ ധനിചേച്ചി നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. പകുതി മേശപ്പുറത്ത് എത്തിയിട്ടുണ്ട്, കറിയൊക്കെ അതേ പാത്രത്തേക്ക് ആക്കുന്നു. പിന്നെ വേറൊരു കാര്യം പറയാൻ ഞാൻ മറന്നു, ധനിചേച്ചിയുടെ ഹസ്ബൻഡാട്ടോ നമ്മുടെ കല്യാണത്തിൻ്റെ ഫുഡ് സദ്യ ഉണ്ടാക്കിയത് ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു. ഇപ്പോഴും ആളുകൾ കല്യാണം കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞ ആളുകൾ കാണുമ്പോൾ പറയാറുണ്ട് ഫുഡ് അടിപൊളിയായിരുന്നു, അത്രയും അടിപൊളിയായിരുന്നു. നമ്മുടെ കല്യാണത്തിൽ ഏറ്റവും അധികം കോംപ്ലിമെൻറ്റ് കിട്ടിയ ഡിപ്പാർട്ട്മെൻറ്റ് ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാനിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റിയില്ല. ഞാൻ ചപ്പാത്തി, കുറച്ച് ചോറും കുറച്ച് ചിക്കൻ അത്രേ എടുത്തുള്ളൂ. ചേച്ചി കുറേ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് വയറായത് കാരണം വളരെ കുറച്ച് ഫുഡ് കഴിക്കാനേ പറ്റിയിട്ടുള്ളൂ. പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടിയൊക്കെ ഫുഡ് കഴിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാട്ടോ, ഇന്ന് ഈവനിങ് ആണ്. ഇന്നലെ നമ്മളാണ് ധനിചേച്ചിയുടെ അടുത്ത് പോയത്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ എടുത്ത കാരണമാണ് ആ വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, കുറച്ചേ ഉള്ളൂ. അങ്ങനെ ഇന്നത്തെ ഈവനിങ്ങും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈവനിങ് ഏകദേശം 3-3:30 ആയിട്ടുണ്ട്. നമുക്ക് ചായ കുടിക്കണം. പിന്നെ എനിക്കൊന്ന് മീലിടണം. രാവിലെ ഫ്രഷ് ആയതാണ്, പക്ഷെ എന്നാലും ഭയങ്കര ചൂടല്ലേ, എല്ലായിടത്തും ചൂടുണ്ടോ, ചൂടായി തുടങ്ങിയോ, താഴെ കമലി കേട്ടോ. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ സാന്ത്വനം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അമ്മ കാണുന്നതാണ്. പിന്നെ തുമ്മലും ജലദോഷമൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, തൈര് ഭയങ്കര ബോധ്യപ്പെട്ട് തൈര് കഴിച്ചതായിരുന്നു. ആ തൈര് കഴിച്ചതിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ അച്ഛൻ്റെ തുമ്മലൊരു സൈഡിൽ ഇന്ന് ഈവനിങ് വീഡിയോ കൂടി അറ്റാച്ച് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം എന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചായയൊക്കെ ഉണ്ടാക്കണേ.
അപ്പോൾ അതേ അമ്മ ചായ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ചായ കുടിക്കില്ല, ഞാൻ കോഫിയുടെ ആളാണ്. അതുകൊണ്ട് ഇതായിട്ട് വേണം എനിക്ക് കോഫി വെക്കാൻ. പിന്നെ അച്ഛൻ എനിക്ക് തണ്ണിമത്തം മുറിച്ച് കൊണ്ടുവന്നു കേട്ടോ. അച്ഛൻ കഴിക്കാനെടുത്തപ്പോൾ ഇതാ മോളേന്ന് പറഞ്ഞിട്ട്, അച്ഛൻ അങ്ങനെയാണ്, എന്ത് കഴിക്കാനെടുത്താലും അപ്പം എന്നെ വിളിക്കും ഭക്ഷണം കഴിച്ചോന്നോ, അല്ലെങ്കിൽ ആ എടുത്ത സാധനം പകുതി എനിക്ക് തരാൻ വേണ്ടിയിട്ട്. പിന്നെ അതേ എൻ്റെ കോഫി ഇതാണ്. എനിക്ക് ഈ കോഫി ദിവസം കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ രാവിലെ അമ്മ എനിക്ക് തിളപ്പിച്ച് വെച്ച പാലാണ്, ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ പാലിപ്പോൾ കുടിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ചീത്ത കേൾക്കും. അങ്ങനെ പാലും കാപ്പിയും കൂടി ഒരുമിച്ച് കുടിക്കാൻ പറ്റാത്തത് കാരണം കാപ്പി ഉണ്ടാക്കുന്ന പ്ലാൻ അങ്ങ് ഞാൻ ക്യാൻസലാക്കി. പിന്നെ എനിക്ക് പാലിൻ്റെ കൂടെ കഴിക്കാൻ ഹോർലിക്സ് ഇരിക്കുന്നുണ്ട്, ബൂസ്റ്റ് ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും എനിക്കിഷ്ടമല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്കിതൊരു മരുന്ന് പോലെ കഴിക്കുന്നത് കൊണ്ടായിരിക്കണം എനിക്കിതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അതല്ലാത്ത സമയത്ത് പാല് കിട്ടിയാൽ ചിലപ്പോഴൊക്കെ കുടിക്കും. പൊതുവെ എനിക്ക് ഈ പാലും മോരിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാട്ടോ. ഇപ്പോൾ ഹോർലിക്സും ബൂസ്റ്റും അങ്ങനെയല്ല, ആവശ്യമില്ലാത്ത നേരത്തൊക്കെ ഞാൻ എടുത്ത് തിങ്ങുകയും ചെയ്യും. ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കാറില്ല. അത് കഴിഞ്ഞതേ ഞാൻ നേരെ റൂമിൽ വന്നു. ഇനി നമുക്ക് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരിക്കാം. പല വീഡിയോസിലത് ബാക്ക്ഗ്രൗണ്ട് ഔട്ട് എൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ മേലെന്ന് നമ്മുടെ ഈ വിൻഡോ തുറന്നു കഴിഞ്ഞാലുള്ള ലുക്ക് കേട്ടോ. ഇതിൻ്റെ ഒരു നല്ല ഭംഗിയല്ലേ, നല്ല പച്ചപ്പ് കാറ്റൊക്കെ കണ്ടോ. പിന്നെ അവിടെ വീടൊക്കെ ഉണ്ട് കണ്ടോ, അവിടെ ഒരു വീടുണ്ട്. ദേ നമ്മുടെ ബാക്കിൽ നേരെ ബാക്കിലൊരു വീടുണ്ട്. പിന്നെ അവിടെ ഇത് അമ്പലം കേട്ടോ, അതിൻ്റെ സൈഡിൽ കണ്ടു അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ടാവും എന്നാണ് എൻ്റെ ഊഹം. അവിടെയൊക്കെ വീടുകളുണ്ട്. ഇവിടെ ഒരു കിണറാണ്. എനിക്ക് തോന്നുന്നു അവർ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടില്ലെങ്കിൽ പറമ്പ് മേടിച്ചൊരു മതിലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് നേരം എനിക്കൊന്ന് കിടക്കണം എന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വയ്യ. പിന്നെ എനിക്ക് കുറച്ച് അലക്കാനുണ്ട്, എന്തായാലും കുളിക്കണം. ഇന്നാണെങ്കിൽ രാവിലെ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ ഓൾറെഡി ഫ്രഷ് ആയതാണ്. നല്ല ചൂടുണ്ട്. എനിക്കാണെങ്കിൽ ഒരു ജലദോഷത്തിൻ്റെ പ്രശ്നമുള്ള കാരണം ഞാൻ പെട്ടെന്ന് സ്വെറ്റാവും അങ്ങനത്തെ ദിവസങ്ങളിൽ. അപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ദിവസങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഉഷ്ണം, ഭയങ്കര ക്ഷീണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം കിടക്കാം എന്ന് വിചാരിക്കുന്നു. കറണ്ടില്ല ഗൈസ്, നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടക്കണം. നല്ല ജനൽ തുറന്നിട്ടിട്ടല്ലേ കിടക്കണം, അപ്പോൾ അത്ര വലിയ ചൂടുണ്ടാവില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ കുറച്ച് നേരം കിടക്കണം. പിന്നെ ഫ്രഷ് ആവാൻ പോകണം, അലക്കണം. അത്രയൊക്കെ തന്നെയുള്ളൂ. ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ കാരണം എനിക്ക് വയ്യായിരുന്നു, ഭയങ്കര ക്ഷീണം. ഞാൻ എടുക്കുന്ന മരുന്നിൻ്റെ ഡോസേജ് കുറച്ച് കൂടുതലായിട്ടാണോ എന്ന് എനിക്കറിയില്ല, ഭയങ്കര ക്ഷീണം. ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര ടയർഡാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഷോർട്സ് ഒന്നും എടുക്കാത്തത്. ഈ വൈകിട്ടത്തെ ഷോർട്സും രാത്രിത്തെ ഷോർട്സൊക്കെ ഇടണം എന്ന് വിചാരിക്കണം. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. എന്തായാലും ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ, എന്നിട്ട് ഷോർട്സ് ഇടാനുള്ള കാര്യം എന്താണെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. വെറുതെ ഞാൻ രാവിലെ ആകുമ്പോൾ എണീക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ തലേന്ന് രാത്രി ഞാൻ രാവിലെ മോർണിംഗിൽ ഇടുന്ന ഷോർട്സ് സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടാണ് കിടക്കാം. അപ്പോൾ തലേന്ന് വൈകിട്ട് തന്നെ എനിക്ക്, അതായത് നാളത്തേക്കുള്ളത് ഇന്ന് വൈകിട്ട് തന്നെ ഞാൻ ഷോർട്സിൻ്റെ കണ്ടൻറ്റ് ഇങ്ങനെ ഫോണിൽ നമ്മുടെ ഇതില്ലേ നോട്ട്സിൽ ടൈപ്പ് ചെയ്തിടും. അപ്പോൾ പിന്നെ എനിക്ക് എളുപ്പമാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാം. പക്ഷേ ഇന്നലെ ഞാൻ വൈകിട്ടേ വല്ല നമ്മൾ വിരുന്ന് പോയി വന്ന കാരണം അതിനും പറ്റിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ കിടന്നാൽ അതേ കിടത്തത്തിലങ്ങ് ഉറങ്ങിപ്പോവും. അപ്പോൾ കുളിക്കലും നടക്കില്ല, വാഷിങ്ങും ഒന്നും നടക്കില്ല. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ. എണീറ്റിട്ട് മേ ബി വീഡിയോ എടുക്കാം എന്ന് വിചാരിക്കണം. എണീറ്റിട്ടായിരിക്കും ഞാൻ ഞാൻ വൈൻഡപ്പ് ക്ലിപ്പ് എടുക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് നേരം പോയിട്ട് കിടക്കട്ടെ. എൻ്റെ കട്ടിൽ മാടി വിളിക്കുന്നു, വന്ന് കിടന്നു, ടയേർഡല്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പം എന്തായാലും ഞാനൊന്ന് കുറച്ച് നേരം കിടക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ഉറങ്ങി എണീറ്റു. ഇപ്പോഴായിട്ട് സത്യം പറഞ്ഞൊരു എന്താ പറയുക, ഒരു ജീവൻ വെച്ചത്. വെള്ളത്തിൽ വീണ കോഴിയെ പോലെയായിരുന്നു. ആക്ച്വലി ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോസ് ഒന്നും വരാനില്ല. അതാണ് സത്യം. നമുക്കെന്നും വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇത്തവണ ഒന്നും ചെയ്തിട്ടില്ല. ബിക്കോസ് എല്ലാ തവണ വാലന്റൈൻസ് ഡേക്ക് ഞങ്ങൾ പോയിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, അത്ര മാത്രമേ സ്പെഷ്യാലിറ്റി ഉള്ളൂ. അപ്പോൾ ഇത്തവണ അത് നൈറ്റിലാണ് പോവുക. അതായത് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഈവനിങ്, വൈകുന്നേരം നമ്മൾ പോയി ഒരു കുഞ്ഞ് കഷ്ണം ഒരു കേക്കിൻ്റെ പീസ് മേടിക്കണം, കഴിക്കും. ഇത് ഇങ്ങനെയൊക്കെയാണല്ലോ. അല്ലാതെ വലിയ എന്താ പറയുക വാലന്റൈൻസ് ഡേ സ്പെഷ്യാലിറ്റി ഒന്നും നമുക്കില്ല. നമുക്കെന്നും വാലന്റൈൻസ് ഡേ ആണല്ലോ.
പിന്നെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് വല്ലപ്പോഴും നമുക്കങ്ങനെ എന്താ പറയുക, എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം തോന്നിയാൽ ഞാൻ അപ്പം കൊടുക്കാറാണ് പതിവ്, അല്ലാതെ ഞാൻ വാലന്റൈൻസ് ഡേക്ക് ഒന്നും കാത്തു വെക്കാറില്ല. പിന്നെ ഇത്തവണ എനിക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ലാത്തൊരു കണ്ടീഷനായി. ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ വാലന്റൈൻസ് നല്ല അടിപൊളിയായിട്ട് കല്യാണം കഴിഞ്ഞ് ഉറപ്പിച്ച ഒരു സമയമായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ വാലന്റൈൻസ് ഡേ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കാരണം എനിക്ക് ഒന്നാമത്തെ തന്നെ വയ്യ, രാത്രി പുറത്തു പോയാൽ മഞ്ഞാണ്, പ്രശ്നമാണ്. പിന്നെ വിശാഖിന് ബാങ്കിൽ എന്താ പറയുക നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ഇപ്പോൾ വന്നിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. പാവം നല്ല തിരക്കിലാണ്. സോ നമ്മുടെ വാലന്റൈൻസ് ഡേ ഇത്രയേ ഉള്ളൂ. വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്തോട്ടെ, അത് വേറെ കാര്യം. അങ്ങനെ വളരെ വാലന്റൈൻസ് ഡേ ഒരു ഉമ്മ അങ്ങോട്ടും ഒരു ഉമ്മ ഇങ്ങോട്ടും തന്നിട്ട് ഞങ്ങൾ വാലന്റൈൻസ് ഡേ വളരെ ലൈറ്റ് ആൻഡ് പൊളൈറ്റായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അത് അങ്ങനെ ആഘോഷിച്ചു. മേലൊക്കെ കഴിയും. ഇനി താഴെ പോകണം, അമ്മേനായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കണം. വിശാഖം വന്നിട്ട് പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. നമ്മുടെ ലൈഫിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ രാവിലെ വീട്ടിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നൊക്കെ. അപ്പോൾ ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. 2 ദിവസത്തെയും കൂടി ഈവനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.